ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഹഗ്ഗായി പ്രവചനത്തിൽ നിന്നായിരുന്നു. നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ക്ഷാമമുണ്ടായത് എവിടൊക്കെയാണ്? ഉത്തരം ഇതാണ്. ഹഗ്ഗായി 1:11 നാം വായിക്കുന്നു: ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. വറുതി എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്നാണ്. രണ്ടാമത്തെ ചോദ്യം: ദൈവം ചലിപ്പിക്കും എന്തിനൊക്കെയാണ്? ഉത്തരം: ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഹഗ്ഗായി 2:21. മൂന്നാമത്തെ ചോദ്യം: ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് ആരോടാണ്? ഉത്തരം: പുരോഹിതന്മാരോട്. ഹഗ്ഗായി 2:11. നാലാമത്തെ ചോദ്യം: ആരുടെയൊക്കെ ആത്മാവിനെയാണ് ദൈവം ഉണർത്തിയത്? ഉത്തരം: യഹൂദ ദേശാധിപതിയായി ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായി യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള എവരുടെയും മനസ്സ് ഉണർത്തി. ഹഗ്ഗായി 1:14. അഞ്ചാമത്തെ ചോദ്യം: ഒരു വാക്യത്തിൽ കാണുന്ന 3 അധികാര സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വാക്യം ഏതാണ്? ഉത്തരം ഇതാണ്. ഒന്നാമത്തെ അധികാരം രാജാവ്, ദാര്യാവേശ് രാജാവ്. രണ്ടാമത്തെ അധികാരം ദേശാധിപതി, യഹൂദയുടെ ദേശാധിപതി സെരുബ്ബാബേൽ. മൂന്നാമത്തെ അധികാരം മഹാപുരോഹിതൻ യോശുവ. ഹഗ്ഗായി 1:1. ആറാമത്തെ ചോദ്യം: ഹഗ്ഗായി പ്രവചനത്തിലെ ആദ്യ പ്രവചനവും അവസാന പ്രവചനവും ലഭിച്ച മാസവും ദിവസവും ഏതാണ്? ഉത്തരം ഇതാണ്. ആദ്യ പ്രവചനം ലഭിച്ചത് 6-ാം മാസം 1-ാം ദിവസം 1:1. അവസാന പ്രവചനം ലഭിച്ചത് 9-ാം മാസം 24-ാം തീയതി. ഹഗ്ഗായി 2:20. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിനെന്ന് ദൈവം എത്ര പ്രാവശ്യം പറയുന്നു? ഉത്തരം ഇതാണ്. ഹഗ്ഗായി 1:5 പറയുന്നുണ്ട്. ഹഗ്ഗായി 1:7 2 പ്രാവശ്യമാണ് പറയുന്നത്. 1:5 ഇങ്ങനെ കാണുന്നു: ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. 1:7 ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. അപ്പോൾ 2 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: അനുഗ്രഹം പ്രാപിക്കുന്നില്ല എന്നതിന് ഒരു ഉപമ ഈ പുസ്തകത്തിൽ കാണുന്നു. അത് ഏതാണ്? ഉത്തരം ഇതാണ്. ഹഗ്ഗായി 1:6 കാണുന്നു: കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. അതിൻ്റെ മുകളിലെ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അനുഗ്രഹം പ്രാപിക്കുന്നില്ല എന്നതിന് ഒരു ഉപമ പറഞ്ഞതാണ് അവിടെ. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ഇന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞ ദിവസം ഏതാണ്? ഉത്തരം ഇതാണ്. 9-ാം മാസം 24-ാം ദിവസം. ഹഗ്ഗായി 2:18-19 വാക്യങ്ങൾ. പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം ഇതായിരുന്നു: മുദ്രമോതിരം എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഇതാണ്. സെരുബ്ബാബേൽ. ഹഗ്ഗായി 2:13. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് അവസാനം പറയുന്നതായിരിക്കും. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എഫയിൽ ഇരിക്കുന്ന സ്ത്രീ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: എഫയിൽ ഇരിക്കുന്ന സ്ത്രീ എന്തിനെ സൂചിപ്പിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം: പറന്നുപോയതിൻ്റെ അളവ് എത്രയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പറന്നുപോയതിൻ്റെ അളവ് എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം: ഒരു മനുഷ്യാവയവത്തോട് ഉപമിച്ചത് ആരെയാണ്? അവയവം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ഒരു മനുഷ്യാവയവത്തോട് ഉപമിച്ചത് ആരെയാണ്? അവയവം ഏതാണ്? നാലാമത്തെ ചോദ്യം: എണ്ണയൊഴുക്കുന്ന 2 ഒലിവ് കൊമ്പുകൾ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: എണ്ണയൊഴുക്കുന്ന 2 ഒലിവ് കൊമ്പുകൾ. അഞ്ചാമത്തെ ചോദ്യം: തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി ആരാണ്? ആറാമത്തെ ചോദ്യം: ജ്ഞാനം ഏറിയ 2 പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ജ്ഞാനം ഏറിയ 2 പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഏഴാമത്തെ ചോദ്യം: യഹോവ ആർക്കെല്ലാം വേണ്ടിയാണ് മഹാതീഷ്ണതയോടെ എരിയുന്നത്? യഹോവ
ആർക്കെല്ലാം വേണ്ടിയാണ് മഹാതീഷ്ണതയോടെ എരിയുന്നത്? 8ാമത്തെ ചോദ്യം, യഹോവ വെറുക്കുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? യഹോവ വെറുക്കുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 9ാമത്തെ ചോദ്യം, വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കുന്നത് ആരെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കുന്നത് ആരെയാണ്? 10ാമത്തെ ചോദ്യം, നിലവിളിച്ച 2 വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? നിലവിളിച്ച 2 വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ എല്ലാവരും വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ അയയ്ക്കുക. സംശയങ്ങളൊന്നും വേഗത്തിൽ വന്ന് ചോദിക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. സാവധാനം. നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവർക്കും ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനുള്ള അവസരം നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.